സങ്കീർത്തനങ്ങൾ 80-നകത്തെ 2 വാക്യങ്ങൾ വായിച്ച് ഒരു പ്രത്യേക ഒരു ദൂത് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അത് കമ്പി വാചകങ്ങളായി പറഞ്ഞ് കുത്തിടാൻ കൃപയിൽ ശരണപ്പെടുക. 80-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യവും 17-ാം വാക്യവും. മതി. 15-ാമത്തെ വാക്യം, നീ നിനക്കായി വളർത്തിയ തൈ. 17-ാം വാക്യം, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രൻ. ഒന്ന് സ്തോത്രം ചെയ്യാം. ഈ കാണുന്ന നീ എന്ന് പറഞ്ഞിട്ടുള്ളത് യാഹ്വയാണ്, യഹോവയാണ്. ദൈവം തനിക്കായി വളർത്തിയ തൈ. ദൈവം ഒരു തൈ വളർത്തിയത്. ആ തയ്യ് എന്ത് തയ്യാണ് എന്നുള്ളതിൻ്റെ ഉത്തരം 8-ാം വാക്യത്തിലുണ്ട്. 8-ാം വാക്യം വായിച്ചു. അപ്പൊ മുന്തിരി വള്ളി തയ്യാണ്. സ്തോത്രം. ഈ തയ്യ്, ഈ മുന്തിരിവള്ളി ആരാണ്? ഇവിടെ മറിക്കാതെ ഇത് കളയരുത്. യെശയ്യാ പ്രവചനം 5:1 വായിച്ചിട്ട് 5:7 വായിക്കണം. അപ്പോ മുന്തിരിത്തോട്ടം, മുന്തിരിവള്ളി പ്രിയതമന്റെ തോട്ടമാണ്. ഇനി 7-ാം വാക്യം. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. അപ്പോൾ ഇസ്രായേൽ, യഹൂദ ആണ് ഈ തയ്യ്. ഈ തയ്യ് എവിടുന്ന് കൊണ്ടുവന്നു? മിസ്രയീമിന്ന് കൊണ്ടുവന്നു. സ്തോത്രം. മിസ്രയീമിന്ന് കൊണ്ടുവന്നു. മിസ്രയീമിന്ന് ഒരു തൈ കൊണ്ടുവരിക. മലബാറിലെ അങ്ങ് അറ്റത്ത് നിന്ന് തെങ്ങും തൈ ഇവിടെ കൊണ്ടുവരുന്നവരുണ്ട്, തെങ്ങ് കൃഷി ചെയ്യുന്നവർ. നിലമ്പൂർ തേക്കും തൈ കൊണ്ടുവരുന്നവരുണ്ട്. ഓരോ തൈക്ക് ഓരോ നാടുണ്ട്, അവിടെ നിന്നൊക്കെ കൊണ്ടുവരും. ഈ തൈ കൊണ്ടുവരുന്നവര് ആ തൈ എടുത്ത് ഏതെങ്കിലും ഒരു ബസ്സിന്റെ മണ്ടയ്ക്കിട്ടങ്ങ് കൊണ്ടുവരല്ല. തൈ കൊണ്ടുവരുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? റബ്ബർ തൈയായാലും മാവും തൈയായാലും തെങ്ങും തൈയായാലും തൈ നട്ട അപ്പന്മാരൊക്കെ ഇവിടെ ഉണ്ട്. തൈ നട്ട് എത്രയോ ഇല്ലേ? ആമൻ. ഒന്ന് മഴ പെയ്യട്ടെ, ആ തൈയും കൈ പിടിച്ചോണ്ട്, കൈ പിടിച്ചോണ്ട് ആമൻ ഇറങ്ങുന്ന കക്ഷികളാ നമ്മളൊക്കെ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കൃഷിക്കാരനങ്ങൾ ഉണരും. അപ്പോൾ തൈ കൈ പിടിച്ചോണ്ട് വരുമ്പോ തൈ കയ്യിൽ ഇങ്ങനെ വീശിക്കൊണ്ടല്ല വരുന്നത്. തൈ എടുക്കുമ്പോൾ മോനെ അടി ചേർത്തെടുക്കണേ. ആ പിടുത്തത്തിനകത്തും അല്ലാതെ മുറുക്കി പിടിച്ചോണ്ടാണോ? ആ പിടുത്തത്തിനൊരു മയമുണ്ട്. താഴെ വീഴാനും പാടില്ല. തൈ കൊണ്ടുവരുന്ന വണ്ടി അമ്പ് ചാടുമ്പോ തൈയുടെ ഉടയവൻ ഒന്ന് നോക്കും, തൈക്കിളക്കം തട്ടിയോ? ഇളകാതെ കുലുങ്ങാതെ. സ്തോത്രം. തൈ കൊണ്ടുവരാൻ ഒരപ്പൻ പാലക്കാട് നിന്നങ്ങ് ആമേൻ അടിവാരത്ത് പോയപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രിയിലാ കൊണ്ടുവന്നത്. എന്തിനാ? അരുണകിരണങ്ങൾ, സൂര്യകിരണങ്ങൾ തട്ടി തൈ കരിഞ്ഞ്
വാടി തളരും. അതുപോലും തട്ടാൻ ഉടയവൻ ഇഷ്ടമല്ല. അപ്പോൾ ഈ തൈ കൊണ്ടുവന്ന വഴി ചെങ്കടലിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് സ്വോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം സ്വോത്രം. ആമേൻ. അത് സ്നാനത്തിന് മുൻകുറി. സ്വോത്രം ചെയ്യാം. തൈ കൊണ്ടുവന്നത് എങ്ങനെ? മരുഭൂമിയിലെ ചൂട് അതിൽ തട്ടാതെ വണ്ണ മേഘസ്തംഭമായി. തൈ കൊണ്ടുവന്നത് എങ്ങനെ? അവൻ രാത്രിയിലും വെളിച്ചം നൽകി. ഒന്നും കൂടെ തെളിച്ചു പറയാം. വെളിച്ചത്തിന് കീഴിലാണ് വളർച്ചയുള്ളത്. വെളിച്ചത്തിന് കീഴിലാണ്. അവൻ രാവും പകലും വളർത്തിയാണ് ഈ തയ്യെ എൻ്റെ ദൈവം കൊണ്ടുവന്നത്. കൊണ്ടുവന്നത് ഇന്നാ തൈ എന്ന് പറഞ്ഞൊരു ഇടലല്ല. സ്തോത്രം. ഫലപ്രദമായ കുന്നിൻ മുകളിൽ. ഇനി യെശയ്യാവ് 5:2-3 വാക്യങ്ങൾ താഴോട്ട് വായിച്ചാട്ടെ. അതിന് മുമ്പിൽ നിന്ന് ഒന്നും കൂടെ കയറ്റി വായിക്കാമോ? എന്നാ പാടിക്കോ. ഏറ്റവും ഫലപ്രദമായ കുന്നിൻ മുകളിൽ. അടുത്തത് വേലികെട്ടി അതിലെ കല്ല് പറക്കിക്കളഞ്ഞു. പറക്കിക്കളഞ്ഞ കല്ല് ജാതികളാണ്. ഇനി വായിച്ചോ. അതിൽ നല്ല വക മുന്തിരി നട്ടോ. അടുത്തത് നടുവിൽ ഒരു ഗോപുരമിട്ടോ. ചക്കും ഗോപുരവും ആലയവും സിംഹാസനവും. ആമേൻ. സ്തോത്രം. ദാവീദിന്റെ നഗരത്തിന്റെ സ്ഥാപനമാണ്. വായിച്ചോ. അടുത്തതാ. കാത്തിരുന്നു. മതി. ഇനി 80 താഴോട്ട് വായിച്ചോ. ഇതും കൂടെ കൂട്ടിക്കെട്ടിയാലേ ഇത് മനസ്സിലാവും. കൊണ്ടുവന്നു. അപ്പൊ കല്ലേതാണ്? 5 ജാതികളെ നീക്കി കല്ല് പറക്കി ജാതികളെ നീക്കി നട്ടു. അടുത്തത് നീ അതിനെ തടവെടുത്തു. ഒരു പ്രയോഗം. തടവെടുത്തെന്ന്. തടം. പുറമറ്റത്തുള്ള ദൈവമക്കൾക്ക് തടവുണ്ടോ? തടം. പല പെന്തക്കോസ്ത് സഭയ്ക്കും പല വിശ്വാസിക്കും തടവില്ല. അതുകൊണ്ട് തടവില്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്നാ ആച്ചാര്യന്മാരെ? തടവില്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ അവിടെ വല്ലതും നിൽക്കുവോ? 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി. തടവില്ല. അതുകൊണ്ട് പ്രസംഗിച്ചത് എന്താന്ന് ഒരു ഓർമ്മയില്ല, ഒരു വെളിവുമില്ല. തടവില്ലാത്തവൻ യോഗത്തിന് വന്നിരുന്നാൽ വീട്ടിൽ പോയ ചേട്ടൻ എന്നാ ഇന്ന് പാസ്റ്റർ ഈ തൊണ്ടകിഴി ഉപദേശി ഇങ്ങനെ അലറി പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ അവൻ പറയും പോയി. നട്ടേച്ച് തടമെടുക്കും. തടത്തിനകത്താണ് അവൻ വളം നിൽക്കേണ്ടതും തടത്തിനകത്താണ് വെള്ളം നിൽക്കേണ്ടതും. തടത്തിനകത്ത് കിട്ടുന്ന ഈർപ്പത്തിൽ നിന്നാണ് വളരുന്നത്. വളരാനുള്ളതെല്ലാം ദൈവം തരുന്നുണ്ട്. തന്നതൊക്കെ അവൻ തടുത്തു നിർത്തുന്ന തടമുണ്ടോ? ഈ തടമുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവർ നല്ല ചിന്ത വരുമ്പോൾ പേന എടുക്കും. വെറുതെ എഴുതിക്കൊണ്ട് മാത്രം ഇരിക്കരുത്. സ്തോത്രം. ചിലപ്പോൾ ഒന്നും മറന്നു പോകാതിരിക്കാൻ കുറിച്ചിടും. ഈ തടമുണ്ടെങ്കിലുള്ളൊരു ഗുണം എന്താണെന്നറിയാവോ? ഈ യോഗം കഴിഞ്ഞ് വിസിറ്റിങ്ങിന് വരുമ്പോൾ ഉപദേശി അന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്ക് ഒന്നും കൂടെ അതൊന്ന് പറഞ്ഞു തരണം. നമുക്കത് കേൾക്കുമ്പോൾ എന്തൊരു ഇഷ്ടമാണെന്നറിയാവോ? നിന്റെ തടത്തിലുള്ളത്. ഇന്നലെ ഒഴിച്ച വെള്ളം തടമുള്ള വൃക്ഷത്തിന്റെ, തടമുള്ള സസ്യത്തിന്റെ. നിങ്ങൾക്ക് ഉറക്കം വരുന്നോ? ഇല്ലല്ലോ. മയക്കമില്ലല്ലോ പ്രിയരെ. സന്തോഷമുണ്ടല്ലോ. ഒന്ന് ഹാപ്പി ആയിരുന്നാട്ടെ. തടത്തിൽ തടമുള്ളതിനകത്ത് ഇന്നലെ വെള്ളം ഒഴിച്ചാൽ വച്ചാൽ നേരം വെളുത്ത് നോക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഈർപ്പം ഉണ്ടാകും. തടമില്ലാത്തത് വരണ്ട് കിടക്കും. അതുകൊണ്ട് അവൻ ദൈവം ആദ്യം തടവെടുത്താ വളർത്തിയത്. അടുത്തതാ വേരൂന്നി. ചുമ്മാ ഈ തടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ, തടത്തിൽ വളം ഉണ്ടെങ്കിൽ നിനക്ക് നല്ല ആരോഗ്യമുള്ള വേരുണ്ടാകും. പല ബന്ധക്കോസുകാർക്കും വേരില്ല. സ്തോത്രം.
ഇപ്പം നല്ല 100-ന്റെ ബൾബ് ശോഭിക്കുന്ന പോലെ മോഹം ഇരിക്കുന്ന അവനവനെ തൊടുന്ന ഒരു വിഷയം, ചെറിയ വിഷയം വന്നാൽ മതി, യോഗത്തിനകത്തിരുന്ന് തന്നെ ഓഫാവും. പെട്ടെന്ന് ഓഫായി. പ്രിയരേ, തടമുള്ളതിനെ തടം മാറ്റി ഉള്ളിലോട്ട് നോക്കിയാൽ നല്ല തായ് വേരും പിന്നെ പാർശ്വങ്ങളിലേക്കുള്ള വേരുണ്ട്. വേറെ വേറെ നേരുപറ വേറെ. ഈ വേറെ നീ എങ്ങനെയാണ് ഈ ആഴത്തിലേക്ക് ഇങ്ങനെ ശക്തിയോടെ ഇറങ്ങുന്നത്? എൻ്റെ ഉടയവൻ എനിക്ക് വെള്ളം തന്നു, എൻ്റെ ഉടയവൻ എനിക്ക് വളം തന്നു, എൻ്റെ ഉടയവൻ എന്നെ പരിപാലിച്ചു. ഓ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. വേറെ നീ എന്തിനാ ഇങ്ങനെ കീപ്പോട്ട് പോകുന്നേ? അവൻ ഉത്തരം, മേപ്പോട്ട് എനിക്കൊരു വളർച്ചയുണ്ട്. ഞാൻ മേപ്പോട്ട് വളരും തോറും പ്രതിസന്ധികളുണ്ട്. കാറ്റടിക്കും, പ്രകൃതി മാറും, കാലാവസ്ഥ മാറും. ആഞ്ഞുലയുമ്പോൾ അവൻ ഞാൻ മറിയാതെ നിൽക്കാനാണ്. ഉടരവന ഹതനകൽക്കവന അർത്ഥരാജനകടകക്ഷസിയാവന അന്തുരാമാനകസിയാവന. എനിക്ക് വേര് വേണം. ഈ ആരാധനയ്ക്കകത്തിരുന്ന് എത്ര പേർക്ക് കാംക്ഷയുണ്ട്? കർത്താവേ, പ്രതിസന്ധി തളരാതെ നിൽക്കാൻ, പ്രതിസന്ധിയിൽ മറിഞ്ഞു പോകാതിരിക്കാൻ, പ്രതിസന്ധിയിൽ താളടിയാകാതിരിക്കാൻ എനിക്ക് വേര് തരണേ. പുതിയ നിയമത്തിലെ വളർച്ചയെ കുറിച്ച് ശ്ലീഹാ പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിൽ വേരൂന്നി എന്ന് വെച്ചാൽ, സ്തോത്രം, ആമേൻ, പണ്ടൊരിക്കല് ഞാൻ കർഷകനായ എൻ്റെ അപ്പൻ്റെ പറമ്പിൽ എൻ്റെ അപ്പൻ ഒരിക്കൽ പറഞ്ഞു, വൃക്ഷം വെട്ടി ചില കാലങ്ങൾക്ക് മുമ്പ് ആ കുറ്റി നമുക്കൊന്ന് ഇളക്കണമെന്ന് പറഞ്ഞു. കുറ്റി ഇളക്കലെന്ന് പറഞ്ഞാൽ അത് പഠിച്ചാൽ നമുക്ക് സഭാശുശ്രൂഷയ്ക്കൊക്കെ ഉള്ള ഒരു ചെറിയ പരിശീലനം ഈ കുറ്റി ഇളക്കലിനകത്ത് കിട്ടും. സഹിഷ്ണുതയൊക്കെ കൂടുതൽ കിട്ടുന്നത് ആ കുറ്റി മാന്തി വരുണ്ടോ? ഇല്ല, ഉണ്ട്. സ്തോത്രം. കുറ്റി മാന്താൻ പോയാൽ അത് ഉടനെ ഒന്നും നടക്കുന്ന കേസല്ല. കുറ്റി മാന്തി പോയപ്പോൾ കുറ്റിയെ തട്ടിയച്ചും കുറ്റി അനങ്ങുന്നില്ല. ഇറ്റാച്ചിക്ക് തട്ടുന്ന തട്ടല്ല ഇത്, തൂമ്പായിക്ക് കുറ്റി അനങ്ങുന്നില്ല. ഞാൻ നോക്കിയപ്പം 2-3 പേര് ചെന്നിട്ട് ഒരു കല്ലേല്, ഇതൊരു കല്ലാന്ന് സങ്കല്പിക്കുക, ഇങ്ങനെയും പോയ പേര് ഈ കല്ലിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. ആമേൻ. ക്രിസ്തുവെന്ന പാറമേൽ നിന്റെ വേരങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നിന്നാൽ ഒരു ശക്തിക്കും നിന്നെ ഇളക്കാൻ കഴിയില്ല. ആത്മാവിൽ ആരാധിച്ചാട്ടെ. ക്രിസ്തുവിൽ അങ്ങോട്ട് വേര് ഊന്നിയാൽ, ആമേൻ, ക്രിസ്തു നിന്നെ വിടത്തില്ല. ഇതൊരു വല്ലാത്ത നീരാളിപ്പിടുത്തം പോലെയാ. അതുകൊണ്ടാണ് പലരും പറയുന്നത് പെന്തക്കോസിൽ പോയി പെട്ടാൽ പിന്നെ കിട്ടാൻ പാടാന്ന്. പിന്നെ ചിലതൊക്കെ പോകും, അത് വേരില്ലാത്തതാ. വേരില്ലാത്തത് 1000 രൂപയ്ക്ക് മറിയും. ഒരു സാരി കൊടുത്താൽ എന്ത് ചെയ്യും? വേരില്ല. വേരുള്ളത് അതിനെ ഒരു ശക്തിക്കും മറിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പുറമറ്റത്തെ അനുഗ്രഹീതരായ ദൈവമക്കളെ, വേര് നല്ല ആഴത്തിപ്പിടുത്തം നമുക്ക് വേണം. വേരൂന്നി ദേശത്ത് പടർന്നു. അപ്പൊ ദേശത്ത് പടരണമെങ്കിൽ വേരൂന്നണം. സ്തോത്രം. വേരില്ലാത്തതിനെ പടർത്താൻ പോക്കി കഴിഞ്ഞാൽ, നീ ഇങ്ങനെ പടർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാവോ?
വേരില്ലാത്തത് പടർന്നാൽ ഇങ്ങനെ വീഴും. കർത്താവിനെ പടർത്തണേ. പലരും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, ദേശത്ത് പടർത്തണേ. സ്തോത്രം. പടരണമെങ്കിൽ സ്തോത്രം പടർത്തണമെന്ന് പറഞ്ഞ് ഇടിച്ചോണ്ടൊന്നും പടരുകയല്ല. അത് തടവെടുക്കണം, വളവിടണം, വെള്ളം വേണം, നല്ല വേരും വേണം. വേരില്ലാത്ത നിന്നെ പടർത്തിയാൽ നീ മോന്ത കുത്തി കിടക്കും. ആമേൻ. അപ്പോൾ പടരണമെങ്കിൽ ദൈവകുഞ്ഞെ നമുക്ക് പടരണമെങ്കിൽ ആമേൻ വേര് വേണം. ഇനി പടർത്തും. അടുത്തതാ മൂടി. എന്ത് ഭംഗിയാ നോക്കണം. അടുത്തത് പൊളിച്ചതെന്ത്? ഉത്തരം യെശയ്യാവ് 5 കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ അത്രേ. കാട്ടുപന്നി വേലി പൊളിച്ചപ്പോൾ വയലിലെ മൃഗം അതിനെ തിന്നാൻ വന്നു. നേരത്തെ വേലിയുള്ളപ്പോൾ മൃഗം വേലിയുടെ അരികെ വരെ വന്നിട്ട് ഇങ്ങനെ നോക്കിയേ. ചില മൃഗം കണ്ടിട്ടില്ലേ? മൃഗം, നിങ്ങളാരും മൃഗത്തെ കണ്ടിട്ടില്ലേ? മക്കളെ കണ്ടിട്ടില്ലേ? 2 കൊമ്പും ഒരു വാലും ഒക്കെ ഉള്ള പശു കണ്ടിട്ടില്ലേ? മൃഗം, വയലിലെ പോത്ത്, അതൊക്കെ അവൻ നന്നായി വെള്ളമടിച്ച് നല്ല പച്ചപ്പായി നിൽക്കുന്ന അച്ചായൻ്റെ തോട്ടത്തിലേക്ക് അതിങ്ങനെ നോക്കിയേച്ച് വെള്ളം വിഴുങ്ങിയേച്ച് പോകും. അതിന് കിട്ടത്തില്ല, വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ, അത് തൊടാൻ പറ്റത്തില്ല. കാര്യം അതിന് വേലിയുണ്ട്. മലയോര മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ മുള്ളില്ലാത്ത വേലി. സ്തോത്രം. 3-4 കമ്പി, വെറും വേലി. എന്നാൽ മൃഗം അതിനെ വന്നിങ്ങനെ തൊടുമ്പം ഇങ്ങനെ ചാടും. കാര്യം അത് സോളാർ ഇലക്ട്രിക്കൽ വേലിയാ. ഞാൻ പല കന്നാലിയും ചെന്ന് ഇങ്ങനെ ഇങ്ങനെ മൂക്കുകൊണ്ട് മണപ്പിച്ച് ഇങ്ങനെ ചാടുന്ന കണ്ടിട്ടുണ്ട്. സ്തോത്രം. എത്രയോ പ്രാവശ്യം ദേശാധിപതി മൂക്കുകൊണ്ട് മണപ്പിച്ചതാ. നിന്നെ തൊടാൻ പറ്റാത്തതിന് കാരണം അവൻ മുതൽ മുടക്കിയവൻ ഇതിനൊരു വേലി കെട്ടിയിരുന്നു. യോബിന്റെ ചുറ്റും ഈ വേലി ഉണ്ടായിരുന്നു. സാത്താന് ഈ വേലി കണ്ടിട്ട് അങ്ങോട്ട് കയറാൻ പറ്റിയിരുന്നില്ല. വേലി പൊളിഞ്ഞതിന് കാരണമെന്താ? കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഇനി തൊട്ടു താഴത്തെ പ്രയോഗം. ആമേൻ. അപ്പോ വായിച്ച കുറിവാക്യം ഒന്ന് വായിച്ചേ. 15. അപ്പം നീ നിനക്കായി നട്ട തയ്യെ എന്ത് ചെയ്യണം? ഈ തയ്യെ പ്രാർത്ഥിക്കുക, പാലിക്കണേ. കാര്യം മൃഗം തൊട്ടു തുടങ്ങി, കാട്ടുപന്നി മാന്തി തുടങ്ങി. പാലിക്കണേ. ഒരു കാലം മുഴുവനും പാലിക്കണേ എന്ന് പറഞ്ഞ BC 1000 തുടങ്ങിയ പ്രാർത്ഥനയാണ്. അവൻ കാലം അതിന്റെ നിലയിൽ കാലുകുത്തി മുൻപോട്ട് വന്നപ്പോൾ കാലസമ്പൂർണതയിൽ കാലകതിരവനായ ക്രിസ്തു കാലൂന്നി നിന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. എടുക്കാം യോഹന്നാന്റെ സുവിശേഷം അവസാനം. ഇനി വാക്യം വായിപ്പിക്കുന്നില്ല. അവൻ 15-ന്റെ 1, 15-ന്റെ 5, 15-ന്റെ 7 പിന്നെ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങ് വായിച്ചു. ഒന്നും കൂടെ വായിച്ച ആൻറ്റി. ഇവിടുത്തെ ഒരു വാക്ക് കിട്ടണം. ഞാൻ സാക്ഷാൽ. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. സാക്ഷാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒറിജിനൽ. ഞാൻ ഒറിജിനൽ മുന്തിരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. വായിച്ചു വിട്ടോ. എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. ഇനി 5-ാം വാക്യം വായിച്ചിട്ട് ഇത് വായിച്ചാ മതി. 5-ാം വാക്യം. നിങ്ങള് കൊമ്പുകളാണ്. അടുത്തത്
ആ ആ ഒരുത്തൻ എന്നിൽ വസിക്കുമ്പോൾ, എന്നിൽ ഒരുത്തൻ എപ്പോഴാണ് വസിക്കാൻ തുടങ്ങിയത്? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേർന്നില്ലേ, സ്നാനപ്പെട്ട് അങ്ങനെ എന്നിൽ വസിക്കാൻ തുടങ്ങി. അങ്ങനെ വസിക്കാൻ തുടങ്ങിയവൻ ഇപ്പോൾ എന്നിൽ ഫലം കായ്ക്കുകയാണ്. ആ ഫലം കാട്ടുമുന്തിരിങ്ങയല്ല. സന്തോഷത്തോടൊന്ന് സ്വോത്രം ചെയ്യാം, സന്തോഷത്തോടെ സ്വോത്രം ചെയ്യാം. എന്നാൽ പഴയ നിയമത്തിൽ ആ എന്നിൽ കാണുന്നില്ല, അവൻ പെന്നിൽ കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഫലം കായ്ക്കുന്നത് ക്രിസ്തുവേശുവിൽ കൂടെയാണ്. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. തനിയെ ആർക്കും ഫലം കായ്ക്കാൻ കഴിയത്തില്ല. നാം ഫലം കായ്ക്കുന്നതിന് പുറകിലെ കാരണം, ആമേൻ സ്തോത്രം, സാക്ഷാൽ മുന്തിരിവള്ളിയിൽ വസിച്ച്, സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം, വസിച്ച് കഴിഞ്ഞ് ഫലം കായ്ക്കുകയാണ്. നമ്മുടെ പാരമ്പര്യം നോക്കിയാൽ, നമ്മുടെ പഠിപ്പ് നോക്കിയാൽ, നമ്മുടെ കുലമഹിമ നോക്കിയാൽ, നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയാൽ, നമ്മുടെ പേഴ്സണാലിറ്റി നോക്കിയാൽ ഇതിനൊന്നും യോഗ്യരല്ല. ഈ മനുഷ്യൻ എങ്ങനെ പ്രയോജനപ്പെടുന്നു, ഈ മനുഷ്യൻ എങ്ങനെ ശോഭിക്കുന്നു, ഈ മനുഷ്യൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു? ഇവിടെ ഉള്ള ദൈവമക്കൾക്ക് കൈകൾ ഉയർത്തി പറയാൻ പറ്റും, ക്രിസ്തുവേശുവിലൂടെ അല്ലാതെ ഒരനുഗ്രഹവും എനിക്കില്ല. ആ ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ തട്ടി അല്പനേരം പ്രാപിച്ച ദൈവകൃപയിൽ ദൈവത്തെ ചില സെക്കൻഡുകൾ ആത്മാർത്ഥതയോടെ ആരാധിച്ചാട്ടെ. എന്നിൽ വസിക്കുന്നവൻ സാക്ഷാൽ മുന്തിരിവള്ളിയിൽ വസിക്കുന്നവൻ, വസിക്കുന്നവൻ, വസിക്കുന്നവൻ. ഒരു ബ്ലേഡ് കൈ തന്നാൽ മുറിക്കത്തില്ല എന്ന പ്രായമെത്തിയ നമ്മുടെ മക്കൾ എത്ര പേരുണ്ട്? തിന്മ തള്ളി സ്വന്തം കയ്യെ, അപ്പനൊരു ബ്ലേഡ് നിന്റെ കയ്യിൽ, മോനെ ബ്ലേഡ് എടുത്തുകൊണ്ട് വരാം, അല്ല എടുത്തോണ്ട് വാ, വരാം എന്നല്ലേ, വാ എന്ന് പറയാൻ പ്രായമായ എത്ര മക്കളുണ്ട്? ഇങ്ങനെ അപ്പന് മൂർച്ചയുള്ള കത്തി, തേച്ച് വെച്ച കത്തി, കുഞ്ഞെ അവിടെ ഉണ്ട്, നീ അത് എടുത്തോണ്ട് വരണമെന്ന് അപ്പൻ ഏൽപ്പിക്കത്തക്ക രീതി പ്രായമായ എത്ര പേരുണ്ട്? ആ പ്രായപരിധിയാണ് യെശയ്യാവ് 7:14-15 തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാനുള്ള പ്രായം. എന്ന് വെച്ചാൽ നരകം വേണ്ട, സ്വർഗം മതി എന്ന് പറയാനുള്ള പ്രായം. സ്തോത്രം. ആ പ്രായപരിധിയിലെത്തിയ നമ്മുടെ മക്കൾക്ക് ഇനി വെക്കേഷൻ വരാൻ പോവുകയാണ്. അതുകൊണ്ട് സാക്ഷാൽ മുന്തിരിവള്ളിയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വസിക്കാൻ നിങ്ങളെ വിളിക്കുന്നു. യേശു വിളിക്കുന്നു. അതുകൊണ്ട് ഒരു അവസരം കിട്ടിയാൽ ഞാൻ യേശുവിനോട് ചേരും. വൈകാതെ തന്നെ ഞാൻ യേശുവിനോട് ചേരും, യേശുവിനോട് ചേരും. വെള്ളത്തിനകത്ത് ഇറങ്ങി മുങ്ങി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പരസ്യമായി അവൻ സ്നാനമേറ്റ് യേശുവിൽ വസിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് സമർപ്പണമുള്ളവർ, തീരുമാനമെടുത്തവർ തീരുമാനം പുതുക്കുക. തീരുമാനമെടുക്കാത്തവർ നിങ്ങളോട് ഈ വചനം ഇടപെടുന്നെങ്കിൽ ഇന്ന് ഈ സഭായോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കുക. ആ തീരുമാനം നിങ്ങളുടെ സാക്ഷ്യത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് എന്ന് പറയുക, ഇല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി പറയുക. അവൻ സ്തോത്രം. ഇന്ന് ആഹ്വാനം നൽകുകയാണ്. അവൻ യേശുവിൽ വസിപ്പാൻ, മക്കളെ ക്രിസ്തുവിൽ വസിപ്പീൻ.